ഇതായിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. നമ്മളതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ആ നെയ്യിൽ കുറച്ച് അവൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് എടുത്തേക്കുന്നത് ബ്രൗൺ കളറിലെ അവലാണ്. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എടുക്കാം, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നമുക്കതൊന്ന് ആദ്യം നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമുക്ക് എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അവൽ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാൻ നെയ്യിൽ കുറച്ച് കാഷ്യൂസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പീനട്ട്സ് ഒക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. കാഷ്യൂസ് പീനട്ട്സ് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂസാണ് എടുക്കുന്നത്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പഴവും കൂടെ കൂട്ടിയിട്ടാണ്. ഞാൻ ചെറുപഴമാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ പാളയംകുളം പഴം 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. ചെറിയ പഴം ഏതാണ്ടാണ് 3 എണ്ണം എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ 2 എണ്ണം ആയാലും മതി. ഞങ്ങൾ 1 ഗ്ലാസ്സിനുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വലിയ ഗ്ലാസ്സാണ്. ഞാനിവിടെ കുറച്ച് മാംഗോയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഏതെങ്കിലും ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം പിന്നെ ഇനി എക്സ്ട്രാ അതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് ഷുഗറും കൂടെ വേണം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം ഞാൻ ആദ്യം ആ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം 3 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഷുഗർ 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് വെച്ച് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ലതായിട്ട് കിട്ടും, നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ഫോർക്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഫോർക്ക് മാറ്റി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അവൽ ഫ്രൈ ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇത് നെയ്യിൽ വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ തന്നെ വരും. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്, അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത്, ഞാൻ 1 ഗ്ലാസ് ഇവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഐസായിട്ടുള്ള പാലാണ്, ഐസും ഉണ്ട് ഇതിനകത്ത്. നല്ല ഫ്രീസ് ചെയ്ത പാലാണ്. അത് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, നമുക്ക് അടിയിലേക്ക് പോകും പാല്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പാൽ. നമുക്കാണ് ഐസിൻ്റെ മുകളിൽ ഐസ്ക്രീമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനത് കുറച്ചും കൂടെ അവൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പീനട്ട്സും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ആദ്യം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് കഴിക്കാം. നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായോ? അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ടേ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനിയും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഇപ്പുറത്തുള്ളൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്തിടുക. അപ്പോഴത്തേക്കും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.